إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സ്നേഹ ആദരണീയരായ വിശ്വാസിനി, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും നിയന്താവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ, അതിൻ്റെ സൽഫലമായി അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗ ലോകം കരസ്ഥമാക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. സഹോദരന്മാരെ, കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ കോപത്തിന്, വെറുപ്പിന്, ശാപത്തിന് വിധേയരായി തീരുന്ന ചില അഅമാലുകൾ, ചില പ്രവർത്തനങ്ങൾ, അവയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കി. അതുമായി ചേർത്തി വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 2 തവണ 2 ഖുതുബകളിൽ ഓർമ്മിപ്പിച്ച വാചകം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു വിഷയം അത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ ആളുകളിൽ ഉൾപ്പെടാതിരിക്കുവാനുള്ള ശക്തമായ പരിശ്രമം, ഏതൊരു തിന്മയെക്കുറിച്ചാണോ ആ തിന്മ ചെയ്യുന്ന ആളുകളെ റബ്ബ് ശപിച്ചുവെന്ന് പറഞ്ഞത്, ആ ശാപത്തിന് വിധേയരാകാതിരിക്കുവാനുള്ള ശക്തമായ പരിശ്രമം ജീവിതത്തിൽ കാഴ്ചവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഖാതലല്ലാഹുൽ യഹൂദ്, യഹൂദികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ഹരിമത്ത് അലൈഹിമുശ് ശുഹൂം, അവർക്ക് കൊഴുപ്പ് ഹറാമാക്കിയിരുന്നു. ഫബാഊഹാ വഅകലു അസ്മാനഹ, ചത്ത മൃഗത്തിന്റെ മയ്യിത്തത്തിന്റെ നെയ്യ്, കൊഴുപ്പ് എടുക്കുകയും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവരോട് കൽപ്പിക്കുകയും അവര് ഭക്ഷണാവശ്യാർത്ഥം അത് ഉപയോഗിക്കാതിരിക്കുകയും എന്നാൽ അതേ വസ്തു അവര് വിൽപ്പന നടത്തി അതിന്റെ ഫലം അവർ തിന്നുകയും ചെയ്തിരുന്നു. അഥവാ മതം വിലക്കിയ ഒരു വസ്തു, ആ വസ്തുവിന്റെ ഇടപാട് നടത്തുക, അതിന്റെ ഫലം അനുഭവിക്കുക എന്നുള്ളത്
അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായി തീരുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ആമുൽ ഫത്ഹ് വഹുവ ബിമക്ക. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്ക ഫതഹായ ദിവസം റസൂലുള്ളാഹി മക്കയിലായിരിക്കെ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ വ റസൂലുഹു ഹറമ ബൈഉൽ ഖംർ. അല്ലാഹുവും അവന്റെ റസൂലും ഖംറിന്റെ ഇടപാട്, കച്ചവടം, മദ്യത്തിന്റെ ഡീലിംഗ് അത് ഹറാമാക്കിയിട്ടുണ്ട്. വൽ മൈത്തത്ത്, ശവത്തിന്റെയും, വൽ ഖിൻസീർ, പന്നിയുടെയും, പന്നി മാംസത്തിന്റെയും, വൽ അസ്നാം, വിഗ്രഹങ്ങളുടെയും. മതം ഹറാമാക്കിയ കുറെ വസ്തുക്കളുണ്ട്. കച്ചവടക്കാർ ശ്രദ്ധിക്കുക, കച്ചവടം ഇസ്ലാം ഹലാലാക്കി അനുവദിച്ചൊരു മേഖലയാണ്. ആ കച്ചവടം ചെയ്യുന്ന വസ്തു അത് പൂർണ്ണമായും ഹലാലായ വസ്തുവായിരിക്കണം, മതം അനുവദിച്ച വസ്തുവായിരിക്കും. മതം ഹറാമാക്കിയ, ഉപയോഗം ഹറാമാക്കിയ ഒരു വസ്തുവിന്റെ പുകവലിക്കുക ഹറാമാണെന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയ വിഷയമാണ്. ഒരാളുടെ വ്യക്തിത്വത്തെ, ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന ഏതൊന്നും, അത് വലിക്കലായാലും കുടിക്കലായാലും മറ്റേത് രൂപത്തിലുള്ളതായിരുന്നാലും ശരി, സ്വന്തം ശരീരത്തെ ഹാനികരമായി തീരുന്ന വസ്തു ഹറാമാകുന്നു. ആ വസ്തുവിന്റെ ഇടപാട്, അതിന്റെ കച്ചവടം നടത്തുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തിന്റെയും, ശവത്തിന്റെയും, പന്നിമാംസത്തിന്റെയും, വിഗ്രഹങ്ങളുടെയും കച്ചവടം ഹറാമാക്കി. ഈ സമയത്ത് റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ട, യാ റസൂലല്ലാഹ് അറഅയ്ത ശുഹൂമൽ മൈത്ത, മൈത്തത്തിന്റെ, ശവത്തിന്റെ കൊഴുപ്പിന്റെ വിഷയം, ഫഇന്നഹു യുത്ലാ ബിഹാ അസ്ഫുൻ വയുദ്ഹനു ബിഹൽ ജുലൂദ് വയസ്തബിഹു ബിഹൻ നാസ്. ഈ കൊഴുപ്പ് കൊണ്ട് ശരീരത്തില് ഭക്ഷണാവശ്യാർത്ഥം ഉപയോഗിക്കലല്ലാതെ പിന്നെ തൊലിയിൽ പുരട്ടാന്, അതുപോലെ നെയ്യും ഓയിലും ഒക്കെ ഉപയോഗിക്കുന്ന പല മേഖലകളുണ്ട്. കപ്പലിന്റെ ചെറിയ ചെറിയ തോണികളുടെ, ബോട്ടിന്റെ ഒക്കെ ഓട്ട അടക്കാനും മറ്റു പല പർപ്പസുകൾക്കും ഇത് ഉപയോഗിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടുണ്ടോ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ ഫഖാല ലാ ഹുവ ഹറാമുൻ, ഇല്ല. മൈത്തത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്ത് എന്ന് ഖുർആൻ പറഞ്ഞ, നിങ്ങൾക്ക് ശവം ഹറാമാക്കി എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു ഭാഗവും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ഖാതലല്ലാഹു യഹൂദ്, യഹൂദികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ അസ്സ വജല്ല ലമ്മ ഹറമ അലൈഹിം ശുഹൂമുഹാ അജ്മലൂഹു സുമ്മ ബഅഊഹു ഫഅകലൂ സമനുഹു. അവർക്ക്, ജൂതന്മാർക്ക് മൈത്തത്തിന്റെ, ശവത്തിന്റെ കൊഴുപ്പ് ഹറാമാക്കിയപ്പോ അവരതിനെ ശുദ്ധീകരിച്ച് വേർപെടുത്തി വൃത്തിയാക്കി അതിനെ വിറ്റ് അതിന്റെ വില കൊണ്ട് അവർ ഭക്ഷിച്ചിരുന്നു. ആ ഒരു കാരണം കൊണ്ട് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മതം ഹറാമാക്കിയ വസ്തുക്കൾ, ആ വസ്തുക്കളുടെ ഇടപാടുകൾ, ആ ഇടപാട് നടത്തുന്നത് മുഖേനയുള്ള സമ്പാദ്യം ശേഖരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഹദീസിൽ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൂമിയുടെ അതിരടയാളങ്ങളെ മാറ്റിമറിക്കുന്ന ആളുകൾക്ക് ശാപമുണ്ടെന്ന്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലഅനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു, മൻ ഗയ്യറൽ മനാർ. നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിൽ പ്രതിപാദിച്ചത് ഭൂമിയുടെ അതിരടയാളങ്ങൾ മാറ്റുന്ന ആളുകളാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത് ഗയ്യറൽ മനാർ, അടയാളങ്ങളെ മാറ്റുന്നവൻ എന്നാണ്. തിരിച്ചറിവിന് വേണ്ടി ആര് എന്ത് എവിടെ അടയാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ ആ അടയാളങ്ങളിൽ കൈവെക്കുക എന്നുള്ളത് ക്രൂരമായ പ്രവർത്തനത്തിൽപ്പെട്ടതാകുന്നു. അത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 79-ാമത്തെ വചനം ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ കേൾപ്പിച്ചു. വൈലുൻ, ശാപമുണ്ട്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകൾ. ആരാണ് അവര്? ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുകയും, സുമ്മ യഖൂലൂൻ, എന്നിട്ട് പറയുകയും ചെയ്യുക. എന്താ പറയുന്നത്? ഹദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാകുന്നു. ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, അവർ അത് മുഖേന സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ രേഖകൾ, ആ രേഖകൾ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് പറയുകയും അതിന്റെ വിൽപ്പന നടത്തി അത് മുഖേന ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, ചെറിയ വളരെ നിസ്സാരമായ വിലക്ക് അവർ അത് കച്ചവടം ചെയ്യുകയും ചെയ്യുന്നു. ഫവൈലുൽ ലഹും,
അവർക്ക് നാശമാണ്, ശാപമാണുള്ളത്. മിമ്മ കതബത് ഐദീഹിം, അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതിയത് മുഖേന. വവൈലുൽ ലഹും, അവർക്ക് നാശമാണുള്ളത്. മിമ്മ യക്സിബൂൻ, അവർ അത് മുഖേന സമ്പാദിച്ചത് കാരണത്താൽ, എഴുതിയ കാരണം കൊണ്ടും അത് മുഖേനയുള്ള സമ്പാദ്യം കാരണത്താലും അവർ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകളാണ്. ജൂതന്മാര്, ക്രൈസ്തവ സമൂഹം, അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെ അവർ പിറകിലേക്ക് വലിച്ചെറിയുകയും സ്വന്തം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി ഇത് ദൈവീകമാണ്, ദൈവീകമായ പരിപ്രേക്ഷ്യത്തിലുള്ളതാണ്, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ടതാണ് എന്നൊക്കെ പറയുകയും ചെയ്തിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ആധുനികമായ നമ്മുടെ സമൂഹത്തിന്റെ മുൻപിൽ അല്ലാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ സമീപിക്കേണ്ട സമീപനത്തിന്റെ അപ്പുറത്തേക്ക് മനുഷ്യർ അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ മാലകളും മാലപ്പാട്ടുകളും ഒക്കെ പാടുകയും പാടിപ്പിക്കുകയും അത് മുഖേന സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അവർ പറയുന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിന് നൽകേണ്ട പവിത്രതയും ആദരവും അതിന് നൽകേണ്ട പ്രാധാന്യവും കൽപ്പിക്കാതെ അതിനേക്കാൾ പവിത്രമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാരായണം ചെയ്യുന്ന, ഖുർആൻ അടച്ചു വെക്കുകയും മരണപ്പെട്ട വീടുകളിൽ മയ്യത്തിന്റെ തലഭാഗത്തിരുന്നു കൊണ്ട് മാത്രം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയോ യാസീനോ മാത്രം പാരായണം ചെയ്യുകയും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ മാലകളും അതുപോലെയുള്ള മൗലിദുകളും ഒക്കെ പാരായണം ചെയ്യുകയും അത് മുഖേന സമ്പാദിക്കുകയും ചെയ്യുന്ന ദുഷ്പ്രവണത ഈ ഉമ്മത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ഫവൈലുൽ ലഹും മിമ്മ കതബത് ഐദീഹിം, അവരുടെ കരങ്ങൾ എഴുതിയത് നിമിത്തം അവർക്ക് ശാപമുണ്ട്. വവൈലുൽ ലഹും മിമ്മ യക്സിബൂൻ, അത് മുഖേന അവർ സമ്പാദിച്ച വിഷയത്തിലും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കോപമുണ്ടായിരിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 159-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ് ഫിൽ കിതാബ്. വേദഗ്രന്ഥം ഇറക്കി, അതിൽ ഹുദയുണ്ട്, അതിൽ ബയ്യിനാത്തുണ്ട്, വളരെ വ്യക്തമായ വിശദീകരണങ്ങളുണ്ട്. മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഹുദ, മാർഗദർശനവുമുണ്ട്. ഈ മാർഗദർശനത്തെയും വിശദീകരണത്തെയും ഇന്നല്ലദീന യക്തുമൂന, മറച്ചു വെക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ, പുരോഹിതന്മാരായ ആളുകൾ, എന്താണോ വേദഗ്രന്ഥത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ലഭ്യമാകേണ്ട ബയ്യിനാത്തുകൾ, എന്താണ് അവർക്ക് ലഭിക്കേണ്ട ഹിദായത്ത്, മാർഗദർശനത്തെ, അത് മറച്ചു വെക്കുകയും അത് പഠിപ്പിക്കാതിരിക്കുകയും അത് പാരായണം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും അതിന്റെ അർത്ഥം അറിയൽ മക്റൂഹാണ്, വെറുക്കപ്പെട്ടതാണ് എന്നുവരെ പഠിപ്പിക്കപ്പെടുകയും തങ്ങളാൽ എഴുതപ്പെട്ടത് പഠിപ്പിക്കപ്പെടുകയും ജനങ്ങളെ വേദഗ്രന്ഥത്തിന്റെ തത്വങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക യൽഅനഹുമുല്ലാഹ്, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. ആരൊക്കെ ശപിക്കുന്നുണ്ടോ ആ ശപിക്കുന്ന ആളുകളുടെ മുഴുവൻ ശാപവും അവർക്കുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പ്രവർത്തനമാണ് വേദഗ്രന്ഥത്തിലെ ആശയങ്ങളെ മറച്ചു പിടിക്കുക എന്നുള്ളത്. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ തന്നെ 174-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് വയസ്തറൂന ബിഹി സമനൻ ഖലീലാ, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ആശയങ്ങളെ മറച്ചു വെക്കുകയും ഇറക്കപ്പെട്ടത് റബ്ബിറക്കിയത് ആ ഇറക്കിയ തത്വങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് വയസ്തറൂന ബിഹി സമനൻ ഖലീലാ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, ഏതൊരു ആശയത്തെയാണോ ആരാണോ മറച്ചു വെക്കുന്നത്, മറച്ചു വെക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുഖേന ആരാണോ സമ്പാദിക്കുന്നത്, അങ്ങനെ സമ്പാദിക്കുന്ന ആളുകൾ അവരുടെ വയറുകളിൽ നിറക്കുന്നത് നരകത്തിലെ അഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അഥവാ നരകത്തിലെ അഗ്നിക്ക് അത് കാരണമായി തീരും. വേദഗ്രന്ഥത്തിലെ തത്വങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറച്ചു വെക്കുകയും ആ സ്വാർത്ഥതകൾ ആര് നേടിയെടുക്കുകയും ചെയ്യുന്നുവോ അവൻ നേടിയെടുക്കുന്ന നരകത്തിന്റെ അഗ്നിയാണ്. അത്തരം ആളുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമയിൽ സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയും അവരെ പരിശുദ്ധരായി സംസ്കരിച്ചെടുക്കുകയും ചെയ്യുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് ശക്തമായ വേദനയുള്ള ശിക്ഷയുണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിന്റെ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാം, ഒരാൾ
ആ വ്യക്തിക്ക് അയാളുടെ ഹൃദയത്തിന് അള്ളാഹു വിശാലത നൽകുന്നു. എന്തിന്? ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്, ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ, ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, കർമ്മങ്ങളെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു മനസ്സ്. മതനിയമങ്ങളോടൊന്നും വെറുപ്പില്ലാതിരിക്കുക, മതനിയമങ്ങളെ വളരെ സന്തോഷപൂർവ്വം ഇഷ്ടത്തോടുകൂടി ഹുബ്ബോടുകൂടി അവൻ സ്വീകരിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു ഹൃദയ വിശാലത നൽകപ്പെട്ട ആളുകൾ തന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള നൂർ, ആ നൂറിൽ നിലകൊള്ളാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകൾ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മനസ്സ് കടുത്തുപോയ ആളുകൾ, റബ്ബിന്റെ ദിക്റിലേക്ക് ഹൃദയ വിശാലത ലഭ്യമായ ആളുകൾ, ഈ രണ്ട് ആളുകളും ഒരുപോലെയാണോ എന്ന്? ഒരുപോലെയല്ല. മറിച്ച് ദിക്റിൽ നിന്ന് ആർക്ക് ഹൃദയം കടുത്തുപോയിട്ടുണ്ടോ അവർക്ക് ഫവൈലുൻ, അവർക്ക് നാശമാണ്, ശാപമാണുള്ളത്. മതത്തിലെ നിയമങ്ങൾ, ആ നിയമങ്ങളെ സമീപിക്കേണ്ടത് ശക്തമായ സന്തോഷത്തോടു കൂടിയായിരിക്കണം. തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിന് വെറുപ്പോടുകൂടി സമീപിക്കുകയും ചെയ്യുക. റബ്ബിന്റെ ദിക്റിനോട് ഒരു മനസ്സിനകത്ത് ഒരു വെറുപ്പും ഒരു കടുപ്പവും വെച്ചു പുലർത്തുക എന്നുള്ളത് റബ്ബിന്റെ ശാപത്തിനും കോപത്തിനും വിധേയമായി തീരുന്ന പ്രവർത്തനങ്ങളാണ്. ചില അമല് നമുക്ക് താല്പര്യം, അതൊക്കെ നമ്മൾ ചെയ്യും. ചില അമല് നമുക്ക് വലിയ താല്പര്യമില്ല, അതിനോട് വെറുപ്പ്, മതത്തിന്റെ ഹുക്കുമുകളോട് വെറുപ്പുണ്ടാവുക, ഹൃദയത്തിൽ കടുത്തതായിരിക്കുക, ഈ അവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വളരെ വ്യക്തമായ മാർഗഭ്രംശത്തിൽ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജാസിയയുടെ 7-8 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വൈലുൻ ലികുല്ലി അഫാകിൻ അസീം, വൈലുൻ, നാശമാണ്, ശാപമാണുള്ളത്, ലികുല്ലി അഫാക്. അഫാക് എന്ന് ഇഫ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വാർത്തയാണ്, ഇല്ലാത്തൊരു വാർത്ത, അതിനാണ് ഇഫ്ക് എന്ന്, കളവ് പറയാം. അഫാക്ക് വളരെ ശക്തമായ വ്യാജവാദം നടത്തുന്നവരാണ്. കേട്ടാല് പ്രസന്റേഷൻ, അവതരണം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാല് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാത്ത വിധം ആളുകൾ അതിലങ്ങോട്ട് ലയിച്ചു പോകും. അത്രമാത്രം വ്യാജമായ ഒരു വാർത്തയെ ശരിയാണെന്ന് തോന്നുന്ന വിധം ശക്തമായി അവതരിപ്പിക്കുന്ന, സംസാരിക്കുന്ന ആളുകൾ, അവനാണ് അഫാക്ക്. അവിടെ തന്നെ അള്ളാഹ് ചേർത്ത് പറഞ്ഞു അസീം. ഇസ്മുൻ, പാപമാണ്, കുറ്റമാണ്, തിന്മകൾ. ഇസ്മു ചെയ്യുന്നവൻ, അത് ഏറ്റവും ആഴത്തിൽ ചെയ്യുന്നവൻ, ഒരു തിന്മയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത, പരസ്യമായി മദ്യപിക്കാനോ മോഷണം ഒക്കെ എല്ലാ തിന്മകളും വ്യാപകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. തിന്മ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മടുപ്പോ കുറ്റബോധമോ ഒന്നുമില്ലാത്ത വിധമുള്ള തിന്മയുടെ ലോകത്ത് വ്യാപൃതരായ ആളുകൾ, ഞാനൊരു തിന്മയുടെ ലോകത്തു കൂടിയാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുപോലും ചിന്തിക്കാതെ തന്നിഷ്ടപ്രകാരം ഒഴുക്കിലൂടെ നീങ്ങുന്ന ആളുകൾ, രണ്ടാളുകളെയും ചേർത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു വൈലുൻ, നശിക്കട്ടെ, നാശമാണുള്ളത്, അള്ളാഹുവിന്റെ കോപമാണുള്ളത്. ലികുല്ലി അഫാകിൻ അസീം, എല്ലാ അഫാക്കുകൾക്കും എല്ലാ അസീമുകൾക്കും നാശമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂർ 52-ാം അധ്യായം സൂറത്ത് തൂറിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ഫവൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. വൈലുൻ യൗമഇദിൻ, അന്നേ ദിവസം, ഏതാ ദിവസം? അത് യൗമുൽ ഖിയാമയിൽ. യൗമുൽ ഖിയാമയിൽ മുകദ്ദിബുകൾക്ക് നാശമാണുള്ളത്. മുകദ്ദിബീൻ, കളവാക്കിയ ആളുകൾ, പരലോകത്തെ പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന, ഏത് സമയവും ഞാനാണ് മരണപ്പെടും. ഒരു ബർസഖ് എന്റെ മുമ്പിലുണ്ട്. 2 ദിവസം മുമ്പ് ഉണ്ടായ കേരളത്തിലുണ്ടായ ആക്സിഡന്റ്, 5 ഒരു കുട്ടി കൂടി പിന്നീട് മരിച്ചു എന്നാണ്. 6ഓളം കുട്ടികൾ MBBS-ന് 1-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഒരു മരണ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഒരു ബോധമില്ലാതെയാണ് മനുഷ്യ സമൂഹം മുന്നോട്ട്. അതിലൊരു കുട്ടി കണ്ണൂർ ജില്ലയിലുള്ള കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ബർസഖിനെ കുറിച്ചും ഒരു ബോധവും ഇല്ലാതെ അതിന് ഒരു നിഷേധ സ്വഭാവത്തിൽ ജീവിക്കുക, വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അതിനെ കളവാക്കി നിഷേധ സ്വഭാവത്തിൽ ജീവിച്ച ആളുകൾ അന്ന് റബ്ബിന്റെ മുൻപിലെത്തുന്ന സമയത്ത് സൂറത്തുൽ മുർസലാത്തിൽ 10-ലധികം തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പ്രയോഗിച്ച പ്രയോഗമാണ് വൈലുൽ മുകദ്ദിബീൻ, കളവാക്കുന്ന ആളുകൾക്ക് നാശം എന്നുള്ളത്.
വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു സൂറത്തുൽ മുത്തഫിഫീനിന്റെ 1-ാമത്തെ ആയത്ത്, വൈലുൽ ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫുകൾക്ക് നാശം, അവർ നശിക്കട്ടെ. ആരാ മുത്തഫിഫ്? അല്ലാഹ് അടുത്ത 2 ആയത്തിൽ വിശദീകരിക്കുക. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യഖ്സിറൂൻ. അവർ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വാങ്ങുമ്പോ വളരെ കൃത്യമായി അളവ് പൂർത്തിയാക്കി കൊടുക്കുന്ന ആളുകൾ, അങ്ങോട്ട് തൂക്കുകയോ അങ്ങോട്ട് അളക്കുകയോ, ഒന്നുകിൽ 2 തരത്തിലാ കച്ചവടം, ഒന്നുകിൽ തൂക്കിയിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ അളന്നിട്ടുള്ള വിൽപ്പന. ഇത് രണ്ടും പണി ചെയ്യുന്ന സമയത്ത് അതിൽ കുറവ് വരുത്തുന്ന ആളുകൾ, കച്ചവടക്കാർ നല്ലോണം ശ്രദ്ധിക്കുക. കച്ചവട രംഗത്ത് ധാരാളം തിന്മകൾ കടന്നു വരാൻ സാധ്യതയുള്ള മേഖലയാണ് ബിസിനസിന്റെ മേഖല. മറ്റുള്ളവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി വകവെച്ച് നൽകേണ്ട, ഇങ്ങോട്ട് കിട്ടാനുള്ളതിന് ഒരു കുറവും വരാൻ പാടില്ല. അങ്ങോട്ട് കൊടുക്കുമ്പോ അതിന്റെ അളവിലും മറ്റു കാര്യങ്ങളിലും മൂല്യത്തിലൊക്കെ കുറവ് വരുത്തുക എന്നുള്ളത് സാമ്പത്തികമായ ഒരു സഹോദരന്മാരെ പ്രത്യേകമായി വിശദീകരിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് സാമ്പത്തികമായ വിശുദ്ധി, തസ്കിയത്ത് എന്നുള്ളത്. അനർഹമായ ഒരു രൂപയുടെ സമ്പാദ്യം തന്നിലേക്ക് വരാതിരിക്കുവാനുള്ള ഒരു അതിസൂക്ഷ്മത കച്ചവട രംഗത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ എല്ലാവരും കാറിലും ബൈക്കിലൊക്കെ പോകുന്നതാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 13 രൂപ മിനിമം ചാർജിന് 20 രൂപ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ചില്ലറ ഇങ്ങോട്ട് പോരൂല. ചില്ലറ ബാഗിൽ ഉണ്ടെങ്കിലും ചില കണ്ടക്ടർമാർ, എല്ലാവരും ഒന്നുമില്ല, ചില കണ്ടക്ടർമാരൊന്നും കൊടുക്കുക തരാന്ന് പറയും. ദാരിദ്ര്യാവസ്ഥയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ 1 രൂപ ബാക്കി 2 രൂപ ബാക്കിയുള്ള ഇപ്പൊ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ എന്റെ മുഖത്തേക്ക് നിൽക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇവനും എന്റെ 1 രൂപ മറന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും 100-200 രൂപ അങ്ങനെ സമ്പാദിക്കുന്ന ചില മനുഷ്യന്മാർ. വലിയ ഷോപ്പിലൊക്കെ സാധനം വാങ്ങിയിട്ട് ബാക്കി പൈസ 5 രൂപയ്ക്ക് പകരം മിഠായിയുടെ കാലാണ്. ഇവന് ഒരാവശ്യം, കച്ചവട രംഗത്ത് ശ്രദ്ധിക്കുക, ഒരു കസ്റ്റമർക്ക് ആവശ്യമില്ലാത്തൊരു വസ്തു നിർബന്ധിച്ച് വിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ നിയമം. വീടിയർക്ക് ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക്, ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവന് ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് ബൾബ് വാങ്ങാൻ വന്നവന്, അവന് മിഠായി വാങ്ങാൻ വന്നല്ലോ, അവൻ ബൾബും വയറൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു. എന്നിട്ട് ഈ 5 രൂപ അല്ല കൊടുക്കണത്, അവൻ 4 രൂപയ്ക്ക് വാങ്ങിയതാണ്, കൊടുക്കണത് 4 രൂപ, അവിടെയും കിട്ടിയ 1 രൂപ. ഇങ്ങനെ എങ്ങനെങ്കിലൊക്കെ 50 പൈസയും 1 രൂപയ്ക്ക് കൂടി സ്വരുക്ക് കൂട്ടിയിട്ട് അവനവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പണി. സാമ്പത്തികമായ മേഖലയിലെ വിശുദ്ധിയില്ലായ്മ അത് റബ്ബിന്റെ ശക്തമായ കോപത്തിന് വിധേയമായി തീരുന്ന പ്രവർത്തനം. അല്ലാഹ് പറയുന്നു, വൈലുൻ ലിൽ മുതഫിഫീൻ, കച്ചവടത്തിൽ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്ന, കുറവ് കാണിക്കുന്ന ആളുകൾക്ക് നാശമാണ് എന്ന്. ഒരു മേഖല സൂക്ഷിക്കേണ്ടത് അവിടെയാണ്, കച്ചവടത്തിന്റെ മേഖല, സമ്പാദിക്കുന്ന മേഖല. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അള്ളാഹു വീണ്ടും പറയുന്നു, വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ലുമസക്കാർക്ക് നാശം എന്നാണ്. ഹുമസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുത്തി പറയല, വർത്താനം പറഞ്ഞാൽ മറ്റവന്റെ നെഞ്ചു വേദനിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഷോക്ക് കൊടുത്തുകൊണ്ട് പിന്നെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക. ഹുമസത്ത് ഒരാളെ അവഹേളിക്കലാണ്, അയാളുടെ നിലവാരം കുറച്ച് കാണിക്കുന്ന തരത്തില്. ഞാൻ ആരാന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോ തന്നെ മറ്റവൻ കുറച്ച് താഴെയാണ്, ഇപ്പം കുറച്ച് മേലെ എന്ന രൂപത്തിൽ അവന് തോന്നിപ്പോകുന്ന, മറ്റുള്ളവരെ കൊച്ചാക്കുന്ന, അവരെ ഇകഴ്ത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം. അതുകൊണ്ടാണ് നാവിനെ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ നാവ്, ഇത് വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് പറയണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടക്കേണ്ടതല്ല വായ. പറയാനുള്ളത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നന്മക്ക് വേണ്ടി മാത്രം തുറക്കുകയും ബാക്കി സമയത്ത് അടച്ചു വെക്കേണ്ടതുമാണ് വായ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ആണുങ്ങളെ, പുരുഷന്മാരെ, നിങ്ങൾ മറ്റുള്ളവരെ, മറ്റു പുരുഷന്മാരെ നിങ്ങൾ പരിഹസിക്കരുത്. സ്ത്രീകളെ, 2 തവണ അള്ളാഹു പ്രത്യേകമായി വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. ഒരു വിഭാഗം പുരുഷന്മാർ മറ്റൊരു വിഭാഗം പുരുഷന്മാരെ പരിഹസിച്ച് സംസാരിക്കാൻ പാടില്ല. പരിഹസിക്കരുത്, കുത്തുവാക്ക് പറയാൻ പാടില്ല, ഇകഴ്ത്തി പറയാൻ പാടില്ല. സംസാര രംഗത്ത്
മറ്റുള്ളവർക്ക് പ്രയാസം വരുത്തുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായി തീരുന്ന പ്രവർത്തനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു വീണ്ടും പറയുന്നു പരിശുദ്ധ ഖുർആൻ 101-ാം അധ്യായം സൂറത്ത് മാഊനിലൂടെ ഫവൈലുൻ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. ഇതുവരെ പറഞ്ഞതൊക്കെ ചീത്ത പ്രവർത്തനങ്ങളായി. ഇവിടെ അള്ളാഹ് പറയുന്നത് നമസ്കാരം നിർവഹിക്കുന്നവന് നാശം, ശാപം എന്നാണ്. എന്റെ കാരണം എന്താ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അവൻ അവന്റെ നമസ്കാരത്തിൽ ശ്രദ്ധല്ല. കയ്യെട്ടിയതേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ സലാം വീട്ടിയതേ ഓർമ്മയുള്ളൂ, പിന്നെ കച്ചവടവും കല്യാണവും മംഗലവും വിരുന്നും തക്കാരും എല്ലാ പരിപാടിയും ഒക്കെ ഓർത്തിങ്ങനെ നിന്നു. നമസ്കാരത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ കേവലം ചടങ്ങ് മാത്രമായി ആരുടെ നമസ്കാരം മാറുന്നുവോ അവന് ശാപമെന്നാണ്. പിന്നെ എന്തിനാ നിസ്കരിച്ചത്? ആളുകൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. അടുത്ത് നിൽക്കണോന്ന് മനസ്സിലായില്ല, അപ്പൊ നിസ്കരിച്ചിരിക്കണോ, ഓൻ ദുഹർ നിസ്കരിച്ചിട്ടുണ്ട്, ഓൻ അസർ നിസ്കരിച്ചിട്ടുണ്ട്, വാപ്പാക്ക് മനസ്സിലായി കുട്ടി നിസ്കരിച്ചിട്ടുണ്ടെന്ന്, ഭാര്യക്ക് മനസ്സിലായി പുതിയാപ്പിള നിസ്കരിച്ചിട്ടുണ്ടെന്ന്, ഭർത്താവിന് മനസ്സിലായി ഭാര്യ നിസ്കരിച്ചിട്ടുണ്ട്, മറ്റുള്ളവന് ഇപ്പൊ നിസ്കരിച്ചിരിക്കണമെന്ന് മനസ്സിലാവുക എന്നല്ലാതെ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ. മാത്രവുമല്ല വയംനഊനൽ മഊൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരോപകാരങ്ങൾ അതിനെ തടയുകയും ചെയ്യുന്ന ആളുകൾ. ഈ യഥാർത്ഥ നിസ്കാരക്കാരന്റെ അടുത്ത് നല്ല സ്വഭാവം ഉണ്ടാവുള്ളൂ. നമസ്കാരം ബാത്തിലായി പോയവൻ, അതിന് റൂഹില്ലാതെ ആത്മാവില്ലാതെ നമസ്കാരം നിർവഹിച്ചവൻ, അവൻ എല്ലാ ദുഷ്ടത്തരവും ചെയ്യും. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് യംനഊനൽ മഊൻ, പരോപകാരങ്ങൾ തടയുക എന്നുള്ളത്. നിരവധി കാര്യങ്ങൾ, ഏകദേശം 35ഓളം കാര്യങ്ങൾ 3 ഖുതുബകളിലൂടെ ഖുർആനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് റബ്ബിനെ ഭയപ്പെടുന്ന, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന, പരലോകത്തിൽ ഒന്നും നഷ്ടക്കാരായി തീരാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى، والصلاة والسلام الأتمان الأكملان الأدومان خاتم الأنبياء والمرسلين محمد آله وأصحابه وأمهات المؤمنين والمجاهدين في سبيل الله. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചില സ്വഭാവങ്ങൾ ശാപത്തിന് വിധേയമായി പറഞ്ഞു. ചില വിഭാഗം ആളുകളെയും ചില വ്യക്തികളെയും പ്രത്യേകമായി ഖുർആൻ ശാപത്തിന് വിധേയരായി എടുത്തു പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രശസ്ത പ്രഗത്ഭനായ സ്വഹാബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ വലീദ് ബിൻ മുഗീറ. ഖാലിദ്, സഹോദരൻ ഹിഷാം, അദ്ദേഹത്തിന്റെ സഹോദരൻ അമ്മാർ ഒക്കെ പ്രഗത്ഭനായ സ്വഹാബികളാണ്. ഇസ്ലാമിന് ഏറെ സേവനങ്ങൾ ചെയ്ത അതിപ്രഗത്ഭരായ സ്വഹാബി. അവരുടെ ഉപ്പയാണ് വലീദ് ബിൻ മുഗീറ. മക്കയിലെ പ്രമാണിയെ നല്ല സാമ്പത്തികമായ ശേഷി ഉണ്ടായി. എന്തിനും പോന്ന ആൺമക്കളുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം ഒരിക്കൽ വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സൂറത്ത് ഹാമീം സജദ പാരായണം ചെയ്തു കൊടുത്തു. അദ്ദേഹം അതിൽ ആകൃഷ്ടനായി, അതിന് താല്പര്യം തോന്നി. വളരെ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ട്, ഇത് വളരെ സാഹിത്യ സമ്പൂർണമായ, മനുഷ്യനെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഉള്ളതാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്ന റസൂലുള്ളാഹിയുടെ. അദ്ദേഹം തിരിച്ചുപോയി. ഈ തിരിച്ചുപോയ സന്ദർഭത്തിൽ മക്ക രാജ്യത്ത് ആളുകൾക്കിടയിലൊക്കെ വ്യാപകമായ പ്രചാരണം ഉണ്ടായി. വലീദ് ബിൻ മുഗീറ ഇസ്ലാം സ്വീകരിച്ചു. അബൂജഹല് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മക്കക്കാരെല്ലാവരും കൂടി പിരിവിട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പരിഹസിച്ചു പറഞ്ഞത്, താങ്കൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത കുറച്ച് പണം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, പണമൊക്കെ ഞങ്ങൾ നാട്ടുകാർ വേണമെങ്കിൽ തരാം എന്ന് ഏറെ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയെ കൊച്ചാക്കിക്കൊണ്ടാണ് അബൂജഹൽ സംസാരിച്ചത്. അപ്പോ വലീദ് ബിൻ മുഗീറ അബൂജഹലിനോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ മുഹമ്മദ് പറയുന്ന ഖുർആനിന്റെ ആശയങ്ങൾ,
അത് വെറുക്കപ്പെട്ടതാണ്, മോശമായതാണ്, അത് ഒരിക്കലും ദൈവീകമല്ല എന്ന് പരസ്യമായി താങ്കൾ മുഹമ്മദിനെതിരെ സംസാരിക്കണം. ഇത് കേട്ടപ്പോ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, എങ്ങനെ ഞാൻ പറയാ, ഞാൻ എന്താ പറയാ? കവിതയുടെ നിയമങ്ങൾ, അതിന്റെ വൃത്തവും പ്രാസവും അതിന്റെ തത്വങ്ങളും അറിയുന്നവനാണ് ഞാൻ. മുഹമ്മദ് പറയുന്നത് ഒരു കവിതയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അറബി ഭാഷയിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നു വലീദ് ബിൻ മുഗീറ. മക്കയിലെ ഏറ്റവും ധനാഢ്യനായിരുന്ന വ്യക്തിയായിരുന്നു. എല്ലാ നിലക്കുമുള്ള ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ജിന്നുകളുടെ കവിതകളുടെ ആശയങ്ങൾ വരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്നു വലീദ് ബിൻ മുഗീറ. പക്ഷേ അബൂജഹൽ വിടാൻ കൂട്ടാക്കിയില്ല, നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ആലോചിച്ച് അവസാനം പറഞ്ഞു, എന്ത്, ഇത് സിഹ്റാകുന്നു എന്ന് വലീദ് ബിൻ മുഗീറ പറയാം. ആ പറയുന്ന സന്ദർഭത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 74-ാം അധ്യായം സൂറത്ത് മുദ്ദസിറിന്റെ 11 മുതൽ 30 വരെയുള്ള ആയത്തുകൾ വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ച് ഇറങ്ങിയ വചനങ്ങളാണ്. അല്ലാഹു പറയുന്നു, ഫഖുതില കൈഫ ഖദ്ദർ, ഫഖുതില, അവൻ നശിക്കട്ടെ. ആരാ അവൻ? വലീദ് ബിൻ മുഗീറ നശിക്കട്ടെ. ഖദ്ദറ കൈഫ ഖദ്ദർ, എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? ثم قتل, വീണ്ടും അവൻ നശിക്കട്ടെ. കൈഫ ഖദ്ദർ, എങ്ങനെയാണ് അവൻ കണക്കാക്കിയിട്ടുള്ളത്? ثم നദറ, അവനൊന്ന് നോക്കി. ثم നദറ, പിന്നെ അവനൊന്നിങ്ങനെ നോക്കി. ثم അബസ, പിന്നെ അവൻ നെറ്റി ഒന്ന് ചുളിച്ചു. ثم ബസറ, പിന്നെ അവൻ മുഖമൊന്ന് കറുപ്പിച്ചു. ثم അദ്ബറ, പിന്നൊന്ന് പിന്നിലേക്കൊന്ന് നടന്നു. വസ്തക്ബറ, ആ സമയത്ത് അബൂജഹലിന്റെ മുൻപിൽ വെച്ച് മുഹമ്മദ് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ ദൈവീകമല്ലെന്ന് പകരം പറയാൻ, ദൈവീകമല്ല പകരം മറ്റെന്ത് പറയണമെന്ന് ആലോചിച്ച് കിടന്നിങ്ങനെ വട്ടം തിരിയ. ആ തിരിയുന്ന സന്ദർഭത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവസാനം അവൻ പറഞ്ഞു, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുബ്സർ, ഇത് മാരണമല്ലാതെ മറ്റൊന്നുമല്ല, ആരിൽ നിന്നോ ഉദ്ധരിക്കപ്പെട്ട മാരണമല്ലാതെ ഒന്നുമല്ലെന്ന് ആര് പറഞ്ഞു? വലീദ് ബിൻ മുഗീറ പറഞ്ഞു. അതിനാൽ അവൻ നശിക്കട്ടെ എന്ന ആയത്ത് വലീദ് ബിൻ മുഗീറക്ക് മാത്രം ബാധകമായതല്ല, മറിച്ച് ആയത്ത് ഇറങ്ങിയത് വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിലാണ്. ഒരു വിഷയത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുകയും മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അതിനെതിരെ പെരുമാറുകയും ചെയ്യുന്ന ആരുണ്ടോ അവര് മുഴുവൻ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ 85-ാം അധ്യായം സൂറത്തുൽ ബുറൂജിന്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഉഖ്ദൂദിന്റെ ആളുകൾ, കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ. ആരാ കിടങ്ങിന്റെ ആളുകൾ? ക്രിസ്താബ്ദം 520-ന്റെയും 530-ന്റെയും ഇടയിൽ യമൻ ഭരിച്ചിരുന്ന രാജാവ് ഉണ്ടായിരുന്നു ദൂനവാസ്. ആ ദൂനവാസ് അവിടെ ഉണ്ടായിരുന്ന ഈ ആയത്തിന് സ്വഹീഹ് മുസ്ലിം നൽകുന്ന വളരെ വിശാലമായ ഒരു വിശദീകരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ, തന്നെ റബ്ബായി അംഗീകരിക്കാതിരുന്നപ്പോൾ അവർ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണം വിശാലമായ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് സ്വഹീഹ് മുസ്ലിം റസൂലുള്ളാഹി വിശദീകരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഒരു കിടങ്ങ് കുഴിക്കുകയും മുസ്ലിങ്ങളായ ആളുകളെ ആ കിടങ്ങിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അവിടെ അവര് വിറക് കത്തിച്ച് കിടങ്ങിലിട്ട് ജനങ്ങളെ ചുട്ടുകൊല്ലുകയുണ്ടായി. രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി, അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ. അന്നാരി ദാത്തിൽ വഖൂദ്, അഥവാ വിറക് നിറച്ച നാറിന്റെ അഗ്നിയുടെ ആളുകൾ. ഇദ്ഹും അലൈഹാ ഖുഊദ്, അവർ അതിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഇരുന്നിരുന്ന ആ സന്ദർഭം എന്തിനാ ഇരുന്നത്? വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, മുഅ്മിനുകളെ തൊട്ട് അവരെന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച പ്രവർത്തനത്തിന് സാക്ഷികളാവാൻ കിടങ്ങിന്റെ നാലുപുറവും രാജാവും സൈന്യ പരിവേഷത്തോടു കൂടി അവർ ഒന്നിച്ചിരിക്കുക. ജനങ്ങളെ, വിശ്വാസികളെ മുഴുവൻ അഗ്നിയിലിട്ട് ചുട്ട് കൊല്ലുകയായിരുന്നു. അതിന് സാക്ഷികളായിരുന്നു. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസായ ഹമീദായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരു കാരണവും ഇവരെ ശിക്ഷിക്കാൻ അവർക്കുണ്ടായിരുന്നില്ല. അതേ വിശ്വാസി സമൂഹത്തെ ശാരീരികമായ മാനസികമായ ദ്രോഹങ്ങൾക്ക് വിധേയരാക്കുന്ന ആളുകൾ അള്ളാഹ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ അവസ്ഥ, അത്തരത്തിലുള്ള ആളുകൾ നശിച്ചിരിക്കുന്നു എന്ന ഖുർആൻ പേരെടുത്തു പറഞ്ഞ മറ്റൊരു ശാപത്തിന് വിധേയനായ വ്യക്തിയാണ് അബൂ ലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിന്റെ ഇരുകരങ്ങൾ നശിച്ചിരിക്കുന്നു, അവൻ നശിക്കട്ടെ എന്നാണ്.
കൃത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുകയും പരിഹസിക്കുകയും കുത്തുവാക്ക് പറയുകയും ഇസ്ലാമിനെ നശിപ്പിക്കുവാനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളെ കുറിച്ച്, വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ കുറിച്ച്, വ്യത്യസ്തങ്ങളായ വിഭാഗം ആളുകളെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഖുർആനിൽ ഹദീസിൽ പരാമർശിച്ച ഖുത്ല നശിക്കട്ടെ, ലഅന അല്ലാഹുവിന്റെ ശാപമുണ്ട്, തബ്ബൻ നശിച്ചിരിക്കുന്നു തുടങ്ങിയുള്ള പദപ്രയോഗങ്ങൾ അത് ഏറെ സൂക്ഷ്മതയോടെയും ഏറെ ഗൗരവത്തോടെയും നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കീഴൊതുങ്ങി ദൃഢവിശ്വാസത്തിന്റെ വക്താക്കളായിക്കൊണ്ട് കർമ്മ മേഖലയിൽ എല്ലായിടങ്ങളിലും ശുദ്ധീകരിച്ച ഒരു ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാം ഭാഗത്ത് നിന്ന് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുകയും അവന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗ്ഗലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخل الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.